ഏകദേശം 8 മാസങ്ങൾക്ക് ശേഷമാണ് യൂട്യൂബിൽ ഞാൻ ഇന്നൊരു വീഡിയോ ഇടുന്നത്. കുറേ നാളായിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ജർമ്മൻ ക്ലാസ്സും അത് കഴിഞ്ഞ് പിന്നെ ജോലിയും ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഏകദേശം 9:30 വീണ്ടും രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. അങ്ങനെ ആയിരുന്നതുകൊണ്ട് കുറേ നാളത്തേക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീട്ടിലെ ലിവിങ് റൂമിലെ വാൾപേപ്പർ മാറ്റി ഒട്ടിക്കുന്നത് ഒരു വീഡിയോ ആക്കാമെന്ന് തോന്നി. ജർമ്മനിയിലെ ഒട്ടുമിക്ക വീടുകളിലും പെയിൻറ്റിങ്ങിന് പകരം വാൾപേപ്പറാണ് ഒട്ടിക്കാറ്. ഞങ്ങളുടെ വീട്ടിലും എല്ലാ റൂമിലും വാൾപേപ്പർ തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വിൻ്റർ സമയത്ത് ജനലുകളൊക്കെ കൂടുതൽ നേരം തുറന്നിട്ടത് കൊണ്ടായിരിക്കണം വാൾപേപ്പറിന് മുകളിലൊക്കെ ചെറിയ രീതിയിൽ പൂപ്പൽ പിടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള ഒരു സ്പ്രേ ഒക്കെ മേടിച്ച് അടിച്ചു നോക്കിയെങ്കിലും കാര്യമായ ഗുണമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവസാനം ഈ പഴയ വാൾപേപ്പർ മാറ്റി പുതിയത് ഒട്ടിക്കാമെന്ന തീരുമാനത്തിലെത്തി. നമ്മൾ പുറത്തു നിന്ന് ഒരാളെ വിളിച്ച് ചെയ്യിപ്പിക്കണമെങ്കിൽ ഏകദേശം സ്ക്വയർ മീറ്ററിന് 25 യൂറോ തൊട്ട് 45 യൂറോ വരെയാകും റേറ്റ്. അതുകൊണ്ട് മാത്രമല്ല, എൻ്റെ ഹൗസ് ഓണർ ഒരു ഹാൻഡ് വർക്കർ ആയിരുന്നതുകൊണ്ടും ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞതുകൊണ്ടും ഞാൻ തന്നെ ഇത് മാറ്റി ഒട്ടിക്കാമെന്ന് തീരുമാനിച്ചു. ഈ ഹാൻഡ് വർക്കർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക്കൽ ജോലി അല്ലെങ്കിൽ പ്ലംബിംഗ് ഒക്കെ ചെയ്യുന്നവരെ പൊതുവെ ഹാൻഡ് വർക്കർമാരെന്നാണ് പറയാറ്. എനിക്ക് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ പഴയ വാൾപേപ്പറൊക്കെ ഇളക്കി മാറ്റി നമ്മുടെ ഭിത്തിയൊക്കെ നല്ല ക്ലീൻ ആക്കുക എന്നതാണ്. ഇതിനു വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഹൗസ് ഓണർ അപ്പച്ചൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. വെറുതെ ഉരച്ചാലൊന്നും പഴയ വാൾപേപ്പർ ഇളകി വരാത്തത് കൊണ്ട് ഒരു ചെറിയ ചൂടുവെള്ളം ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ വാൾപേപ്പറിന് മുകളിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാൾപേപ്പറൊക്കെ ചെറിയ രീതിയിൽ ഇളകി വരാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ വേണ്ടി വന്നു ഈ പഴയ വാൾപേപ്പറെല്ലാം ഉരച്ചു മാറ്റാൻ. കുറേയൊക്കെ വേഗത്തിൽ ഇളകി വരുന്നുണ്ടായിരുന്നെങ്കിലും ചിലതൊക്കെ ഇളക്കി മാറ്റാൻ നല്ലതുപോലെ ബുദ്ധിമുട്ടേണ്ടി വന്നു. പിന്നെ നമ്മൾ ഈ ഇളക്കി മാറ്റിയ പഴയ പേപ്പറൊക്കെ ഒരു 3-4 കവറിലേക്ക് മാറ്റി. അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടം കൊണ്ട് മതിയാക്കി. രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ നമുക്ക് പുതുതായി ഒട്ടിക്കേണ്ട വാൾപേപ്പർ മേടിക്കാൻ ടെഡോക്സ് എന്ന ഷോപ്പിലേക്കാണ് പോകുന്നത്. ടെഡോക്സ് ജർമ്മനിയിലെ ഒരു ഹാർഡ്വെയർ ഷോപ്പാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ വാൾപേപ്പറിൻ്റെ സെക്ഷൻ. നമ്മൾ വാൾപേപ്പർ സെലക്ട് ചെയ്യുമ്പം ഈ ഒരു സിമ്പിൾ നോക്കി സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ വാൾപേപ്പർ ഒട്ടിക്കുമ്പോഴും അതിൻ്റെ ഡിസൈൻ മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കി ഒട്ടിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറേ വാൾപേപ്പർ വേസ്റ്റ് ആയിട്ട് പോകും. വാൾപേപ്പർ വേസ്റ്റ് ആകുന്നത് കൊണ്ട് മാത്രമല്ല, ഒരു റൂം ഫുള്ളും നമ്മളിങ്ങനെ ഡിസൈൻ മാച്ച് ആകുന്നുണ്ടോ എന്ന് നോക്കി ഒട്ടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ സെലക്ട് ചെയ്തത് ഒരു ഭിത്തിയിൽ ഒട്ടിക്കാൻ ഒലിവ് ഗ്രീനും ബാക്കി ഗ്രീനും വൈറ്റോടെയും കൂടിയ ഒരു ഡിസൈനാണ്. ഇത് ഒട്ടിക്കാനുള്ള പശയും ഞാൻ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലീസ് എന്നാണ് അതിന് പറയുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് ഏകദേശം 90 യൂറോയാണ് ആയത്. തിരിച്ച് വീട്ടിലെത്തിയ ശേഷം റൂമിലെ സ്വിച്ചും പിന്നെ സൈഡിൽ പിടിപ്പിച്ചിരുന്ന ഒരു ബീഡിങ്ങും ഒക്കെ ഇളക്കി മാറ്റാനുണ്ടായിരുന്നു. പ്രധാനമായും നമ്മൾ ഇന്നലെ വാൾപേപ്പർ ഇളക്കി മാറ്റിയപ്പോൾ മുകൾ ഭാഗത്തെ കുറച്ച് പെയിൻറ്റ് ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇളകിപ്പോയ ഭാഗമെല്ലാം ഒന്നുകൂടെയും പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കിയെടുത്തു. വാൾപേപ്പർ ഒട്ടിക്കുന്ന സമയമായപ്പോഴേക്കും നമ്മുടെ അപ്പച്ചന് ഹെൽപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് വേഗത്തിലായി. ഈ കാണുന്നതാണ് വാൾപേപ്പർ ഒട്ടിക്കാനായി ഞാൻ മേടിച്ച പശ. ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് ഭിത്തിയിൽ അടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ അളവനുസരിച്ച് കട്ട് ചെയ്തിരിക്കുന്ന വാൾപേപ്പറെ അതിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. വാൾപേപ്പർ ഒട്ടിക്കുമ്പം അതിനുള്ളിൽ എയർ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഒരു ബ്രഷ് ഉപയോഗിച്ച് നല്ല പോലെ ഉരച്ചു കൊടുത്താൽ ഒരു പരിധിവരെ നമുക്കത് ഒഴിവാക്കാൻ പറ്റും. പഴയ വാൾപേപ്പർ മാറ്റി പുതിയത് ഒട്ടിക്കുക എന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണെന്ന് ഇതോടെ മനസ്സിലായി. ഏകദേശം 3 ദിവസം വേണ്ടി വന്നു ഈ വാൾപേപ്പർ എല്ലാം മാറ്റി പുതിയത് ഒട്ടിക്കാൻ. അങ്ങനെ അവസാനമായിട്ട് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് സോഫയും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം തിരിച്ചു വെച്ച ശേഷം ഇതായിരുന്നു നമ്മുടെ ലിവിങ് റൂമിൻ്റെ പുതിയ ലുക്ക്.